പിതാവും പുത്രനും പരിശുദ്ധരൂഹയുമാവുന്ന സത്യ ഏക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവും രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമാവുന്ന പിതാവാം ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ ജഡാവതാരം ചെയ്ത് സ്വയം ശൂന്യമാക്കി താൻ സമ്പന്നനായിരുന്നപ്പോഴും ലോകത്തിലെ നിന്ദ്യമായ ഭാവം ആ രൂപത്തിൽ വെളിപ്പെട്ട് ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ലോക ചരിത്രത്തെ മറ്റൊരു ദിശയിലേക്ക് രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത രക്ഷിതാവായ മശിഹാ തമ്പുരാൻ്റെ ജഡാവതാര പെരുന്നാൾ എൽദോ പെരുന്നാളിലേക്ക് വലിയവനായ ദൈവം നമ്മെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു, അവസരം നൽകുന്നു. വിനയത്തോടെ, ഏറ്റവും താഴ്മയോടെ നമുക്ക് കർത്താവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നല്ല ആത്മബോധവും പരിശുദ്ധാത്മാവിൻ്റെ വിവേചന ബുദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും മുന്നമേ വീണ്ടും വരാനിരിക്കുന്ന കർത്താവിൻ്റെ വീണ്ടും മഹത്വത്തിൽ ന്യായവിധിക്കായിട്ട് വരുന്ന തൻ്റെ ഒന്നാമത്തെ വരവിൽ കീർത്തിശീലയിൽ പുതിയപ്പെട്ട് കാണപ്പെട്ട പോലെ അല്ല, വിശുദ്ധനായ മാർ എഫ്രൈം പാടുന്നത് പോലെ തൻ്റെ മഹത്വം കൊണ്ട് സൃഷ്ടിയെ മുഴുവനും പൊതിഞ്ഞവനായ, സൃഷ്ടിയെ മുഴുവനും മഹത്വമുള്ളവനാക്കിയ ദൈവം ഒരു പുൽക്കൂട്ടിൽ ദരിദ്രനായി കീർത്തിശീലയിൽ പുതിയപ്പെട്ടു എന്ന് കാണപ്പെട്ടു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. എന്നാൽ രണ്ടാമത്തെ വരവ് കാഹളം ധ്വനിക്കും, സ്വർഗീയ മാലാഖമാരുടെ അകമ്പടിയോടെ കർത്താവ് വീണ്ടും വരും. ആ വരവ് ഒരു രാജകീയമായ വരവായിരിക്കും. അതുകൊണ്ട് ക്രിസ്മസിലെ ഈ അഡ്വൻസ് സീസൺ, കർത്താവിൻ്റെ വരവിൻ്റെ നാളുകൾ, ക്രിസ്മസ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന രണ്ടാമത്തെ വരവിൻ്റെ കൂടെ ഒരു മുന്നോടിയായിട്ട്, മുന്നാസ്വാദനമായിട്ട് നാം കാണേണ്ടതാണ്. ഇന്ന് സഭാ ആരാധന കലണ്ടർ അനുസരിച്ച് 8ാമത്തെ ഞായറാഴ്ചയാണ്. 7 ഞായറാഴ്ചകൾ കഴിഞ്ഞു 8ാമത്തെ ഞായറാഴ്ചയിലേക്ക് വന്നിരിക്കുന്നു. 1ാമത്തെ ആഴ്ചയിൽ സഭയെ വിശുദ്ധീകരിക്കുകയും 2ാമത്തെ ആഴ്ചയിൽ സഭയെ പ്രതിഷ്ഠിക്കുകയും 3ാമത്തെ ആഴ്ചയിൽ വൃദ്ധനായ സക്കറിയ പുരോഹിതനുള്ള അറിയിപ്പ് ലഭിക്കുകയും തുടർന്ന് ഐശയ്യാ പ്രവാചകൻ പ്രവചിച്ചതുപോലെ കന്യക ഗർഭം ധരിക്കുന്ന കന്യകയാവുന്ന മറിയാമിന് ലഭിക്കുന്ന അറിയിപ്പ്. അതിനോട് ശേഷം നമ്മൾ കാണുന്നത് കന്യക മറിയാമും എലിസബത്തും തമ്മിലുള്ള കൂടിക്കാഴ്ച, തുടർന്ന് യോഹന്നാൻ സ്നാപകൻ്റെ ജനനം, തുടർന്ന് യൗസേപ്പ് എന്ന വൃദ്ധനായ പിതാവിനുള്ള വെളിപാട്. ഇത് വ്യക്തിപരമായ ജീവിതത്തിലും ഈ വിശുദ്ധീകരണവും സമർപ്പണവും ചില അറിയിപ്പുകളും, തുടർന്ന് കർത്താവ് വരുന്നു എന്നുള്ള വലിയ മുന്നറിയിപ്പ് യോഹന്നാൻ സ്നാപകനിലൂടെ സ്വീകരിക്കുകയും നമ്മളൊക്കെ നമ്മുടെ ബലഹീനമായ സംശയങ്ങളിൽ ഈ വൃദ്ധനായ യൗസേപ്പിന്, നീതിമാനായ യൗസേപ്പ് ലഭിച്ച വെളിപാട് പോലെ ചില വെളിപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി, കർത്താവിൻ്റെ ജഡാവതാരത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്യേണ്ട ഒരു ആത്മീയ ബോധത്തിൻ്റെ 7 ആഴ്ചകളിലെ ചിന്തകൾ ഒരു പൂർത്തീകരണം നൽകുമ്പോഴാണ് ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വംശാവലി വായിച്ച് ധ്യാനിക്കുന്നത്. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ആധ്യാത്മിക ചിന്തയ്ക്കുള്ള വിഷയം. അപ്പോൾ അതുകൊണ്ട് എന്താണ് ജീനിയോളജിയുടെ പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ജീനിയോളജി റിവീൽസ് ദാറ്റ് Son of God identifies with the human condition, that he takes it all on
ഹിംസെൽഫ് ആൻഡ് ബിക്കെയിം പാർട്ട് ഓഫ് ഇറ്റ്. ഈ വംശാവലി വെളിപ്പെടുത്തുന്നത് ദൈവപുത്രൻ മനുഷ്യ അവസ്ഥയുമായി താതാത്മ്യം പ്രാപിക്കുന്നു, എല്ലാം താൻ സ്വയമേ ഏറ്റെടുത്തുകൊണ്ട് ആ ലോകചരിത്രം, മനുഷ്യചരിത്രത്തിൻ്റെ ഭാഗമായി അതിലേക്ക് കർത്താവ് കടന്നു വരുന്നു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ചരിത്രം ലോകചരിത്രത്തിൻ്റെ തന്നെ മാറ്റത്തിന് കാരണമായിട്ട് തീരുന്നു. അതുകൊണ്ട് ഈ വംശാവലി എന്ന് പറയുന്നത് വളരെയധികം പ്രസക്തമായ ഒരു ഭാഗമായിട്ട്, ധ്യാന ചിന്തയ്ക്കുള്ള ഭാഗമായിട്ട് നമ്മൾ കാണും. അതുകൊണ്ട് വിശുദ്ധനായ മത്തായി ശ്ലീഹ ഈ വംശാവലി അവതരിപ്പിക്കുമ്പോൾ 14 തലമുറകളായി 3 ഘട്ടങ്ങളായിട്ട് നമുക്ക് ധ്യാനത്തിനായിട്ട് നൽകുന്നുണ്ട്. ഒന്ന്, അബ്രഹാം മുതൽ ദാവീദ് വരെ, അത് ദ റൈസ് ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ ഉയർച്ചയെ കാണിക്കുന്ന ഭാഗമാണ്. 2, ദാവീദ് മുതൽ പ്രവാസം വരെ, ഡേവിഡ് ടു എക്സൈൽ, ദാറ്റ് ഷോസ് ദ ഫാൾ ഓഫ് ദ കിങ്ഡം. ആ ഡൈനാസ്റ്റി തകർന്നു പോകുന്നതാണ്, അടിമത്തത്തിലേക്ക് പോവുകയാണ് ദൈവജനം. 3 കാണിക്കുന്ന എക്സൈൽ ടു ക്രൈസ്റ്റ്, അടിമത്തത്തിൽ നിന്ന് റെസ്റ്റോറേഷൻ ഫുൾഫിൽഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള ഒരു പുനഃസ്ഥാപനം. അതാണ് 3 തലമുറ, 14ൻ്റെ 3 ഗുണിതങ്ങളായി, 3 ഭാഗങ്ങളായി വംശാവലിയിലെ വിശുദ്ധനായ മത്തായി ശ്ലീഹ. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് എ ക്രിസ്റ്റോളജിക്കൽ പ്രൊക്ലമേഷൻ എന്ന് പറയാം. ഒരു ക്രിസ്തുശാസ്ത്രത്തിൻ്റെ തന്നെ പ്രഖ്യാപനമാണ് ജീനിയോളജി. അത് വെറും കുറേ പേരുകൾ മാത്രം വായിച്ച് പോവുകയല്ല. അതുപോലെ തന്നെ ദിസ് ഓർഡറിങ് ഷോസ് ദാറ്റ് ഹിസ്റ്ററി ഇറ്റ്സെൽഫ് ഈസ് ഷേപ്ഡ് ടുവേർഡ് ക്രൈസ്റ്റ് ആൻഡ് ദാറ്റ് കിങ്ഷിപ്പ്, പ്രോമിസ്, എക്സൈൽ ആൻഡ് റെസ്റ്റോറേഷൻ ഓൾ ഫൈൻഡ് ദെയർ മീനിങ് ഇൻ ഹിം. ഈ ക്രമം കാണിക്കുന്നത് ചരിത്രം തന്നെ ക്രിസ്തുവിലേക്ക് രൂപപ്പെട്ടിരിക്കുന്നു. അത് രാജ്യത്വം, വാഗ്ദാനം, പ്രവാസം, പുനഃസ്ഥാപനം എന്നിവയെല്ലാം ക്രിസ്തുവിൽ അർത്ഥം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഈ ജീനിയോളജിയുടെ വസ്തുതാപരമായ അനുഭവം. അതുകൊണ്ട് ഈ ജീനിയോളജി, നമ്മൾ കർത്താവിൻ്റെ വംശാവലി നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കായി ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. നമ്മുടെ രക്ഷയ്ക്ക് ഗോഡ് എൻ്ററിങ് ഹ്യൂമൻ ഹിസ്റ്ററി ഫോർ അവർ സാൽവേഷൻ. അപ്പം നമ്മൾ ഓരോ ക്രിസ്ത്യാനികളും ചിന്തിക്കേണ്ടത്, പൗരസ്ത്യ സഭാപിതാക്കന്മാർ ഓർപ്പിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ കർത്താവായ യേശുക്രിസ്തു പുനരാരംഭിച്ച ഒരു പദ്ധതിയുടെ ചരിത്രത്തിൽ നാം ഭാഗവാക്കുകളാകുന്നു. അതിൽ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ടോ, അല്ലെങ്കിൽ നാം ആ ചരിത്രത്തിന് പുറത്താണോ? ചരിത്രം എന്ന് പറയുന്നത് കടന്നുപോയ സംഭവങ്ങളുടെ പുനരാവർത്തനം കൂടെയാണല്ലോ. ഈ കുറേ കാലം കഴിയുമ്പോൾ നമ്മളൊക്കെ ഇവിടെ ഈ രക്ഷാചരിത്രത്തിൻ്റെ പദ്ധതിയിൽ ഉൾക്കൊണ്ടിരുന്നു എന്ന് ആരെങ്കിലുമൊക്കെ സ്മരിക്കപ്പെടേണ്ടതാണ്. അതാണ് ഹിസ്റ്ററിയുടെ പ്രത്യേകത. ഹിസ്റ്ററി റിമൈൻഡ്സ് മെനി തിങ് ടു അസ്. ചരിത്രം നമ്മളെ പലതും ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ക്രിസ്തുവിൻ്റെ അനുയായികളായി ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലുമൊക്കെ ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ജീവിത മൂല്യങ്ങൾ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഒന്നാമത്, ഗോഡ്സ് പ്രോമിസ് ഫുൾഫിൽഡ് ഇൻ ഹിസ്റ്ററി. ദൈവത്തിൻ്റെ വാഗ്ദാനം ഈ ഒരു ചരിത്രത്തിൽ പൂർത്തീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ വാക്യം തന്നെ പറയുന്നത്, ദ ബുക്ക് ഓഫ് ദ ജീനിയോളജി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ വംശാവലി, ദ സൺ ഓഫ് ഡേവിഡ്, ഹീ ഈസ് ദ സൺ ഓഫ് ഡേവിഡ്, സൺ ഓഫ് എബ്രഹാം. അവൻ ദാവീദിൻ്റെ പുത്രനാണ്, എബ്രഹാമിൻ്റെ പുത്രനാണ്. അബ്രഹാമിൽ ആരംഭിച്ച് ദാവീദിലൂടെ നമുക്ക് കർത്താവ് നിത്യരാജാവായിട്ട് രക്ഷകനായിട്ട് വെളിപ്പെടും. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട വസ്തുത ഇതാണ്, ചരിത്രത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അത് ഇന്നും ആ ചരിത്ര സൂക്ഷ്മതയോടെ നമ്മൾ കാണുന്നെങ്കിൽ അത് സാധിക്കും. 2, ക്രൈസ്റ്റ് അസ്യൂം ദ ഹോൾ ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. ക്രിസ്തു മനുഷ്യചരിത്രം മുഴുവൻ ഏറ്റെടുക്കുകയാണ്. മനുഷ്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ സകല പാപങ്ങളും ഒരാൾ ഏറ്റെടുക്കും. അവിടെ മാത്രമാണ് രക്ഷയും സൗഖ്യമുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധനായ ഐറേനിയസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നു,
വാട്ട് ഈസ് നോട്ട് അസ്യൂംഡ് ഈസ് നോട്ട് ഹീൽഡ്. ഒരാൾ ഇതൊന്നും ഏറ്റെടുക്കാതെ ആർക്കും സൗഖ്യമുണ്ടാകുന്നില്ല. ക്രിസ്തു ഇത് മുഴുവൻ ഏറ്റെടുക്കുന്നു. റോമാലേഖനം 5:19 പറയുന്നതാണ്, ബൈ വൺ മാൻസ് ഒബീഡിയൻസ് മെനി വിൽ മെയ്ഡ് റൈച്ചസ്. ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിട്ട് മാറുന്നു. നമ്മുടെ നാമും നമ്മുടെ തലമുറകളും ആ ഒരു നീതിമാന്മാരുടെ തലമുറയിലേക്ക് കടന്നു വരണം. മൂന്നാമത് ഓർപ്പിക്കുന്നത്, ഗ്രേസ് വർക്ക്സ് ത്രൂ ഹ്യൂമൻ വീക്ക്നെസ്. ദൈവത്തിൻ്റെ കൃപ എപ്പോഴും പ്രവർത്തിക്കുന്നത് മനുഷ്യൻ്റെ ബലഹീനതയിലാണ്. അതുകൊണ്ടാണല്ലോ എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ കൃപ തികഞ്ഞു വരുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നു. നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ കരുണയുടെ സമൃദ്ധി അറിയാനായി സാധിക്കും. അതുകൊണ്ടാണ് ഈ ജീനിയോളജിയിലെ താമാർ, രാഹബ്, രൂത്ത് ആൻഡ് വൈഫ് ഓഫ് ഊറിയ ആർ മെൻഷൻഡ്. വൈ ദീസ് പീപ്പിൾ? അവരുടെ ഹിസ്റ്ററി അത്ര സുഖകരമായി കേൾക്കാൻ സുഖകരമല്ല. മോറലി ദേ ആർ നോട്ട് ഗുഡ്, ബട്ട് ദേ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ജീനിയോളജി ഓഫ് ക്രൈസ്റ്റ്. ഗോഡ്സ് സാൽവേഷൻ പ്ലാൻ, ദൈവത്തിൻ്റെ ആ രക്ഷാപദ്ധതിയിൽ വർക്ക്സ് ത്രൂ ബ്രോക്കൺനെസ്, റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിൽ നാം എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് ചോദിച്ചാൽ, എത്രമാത്രം നാം നഷ്ടപ്പെട്ടവരാണെങ്കിലും, എത്രമാത്രം ദൈവത്തിൽ നടന്നവരാണെങ്കിലും, യഥാർത്ഥ അനുതാപവും വിശ്വാസവും നമ്മിലുണ്ടെങ്കിൽ, ഈ മഹതിയായ സ്ത്രീകൾ ഈ വംശാവലിൽ ഉൾപ്പെട്ടതുപോലെ നാമും നമ്മുടെ തലമുറയും ഈ പദ്ധതിയിൽ ക്രിസ്തുവിൽ, ഹിസ് സ്റ്റോറി, അവൻ്റെ ചരിത്രത്തിൽ നാമും ഉൾപ്പെട്ടു വരും എന്നുള്ളതാണ്. നാലാമത് ഓർക്കേണ്ടത്, വെർജിൻ മേരി ദ കൾമിനേഷൻ ഓഫ് ജീനിയോളജി. ഈ ജീനിയോളജി അവതരിപ്പിച്ച് വരുമ്പോൾ അവസാനം മദർ മേരിയിൽ വരുന്നുണ്ട്. മദർ മേരി പറയുന്നത് അതാണ് ഐശയ്യാ പ്രവചനം 7:14, ദ വെർജിൻ ഷാൽ കൺസീവ് ആൻഡ് ബെയർ എ സൺ. ഒരു കന്യക ഗർഭം ധരിക്കും, കന്യക ഗർഭം ധരിക്കും, ഒരു മകനെ ഗർഭം ധരിക്കും. ഇത് വളരെ പ്രസക്തമായ ഒരു വലിയ ആശ നൽകുന്ന പ്രവചനമാണ്. അത് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 1:16 നമ്മൾ പറയുന്നു, കന്യകയിലൂടെ വരുന്നവൻ യേശു എന്ന് പേരിടുന്നു, അവൻ മശിഹ ആവും, അവൻ രക്ഷകൻ, അനോയിൻറ്റഡ് വൺ ഈസ് ദ ലോർഡ്. അവസാനമാണ് ഓർപ്പിക്കേണ്ടത്, കോൾ ടു ദ ഫെയ്ത്ത്ഫുൾ ബിഫോർ നേറ്റിവിറ്റി. കർത്താവിൻ്റെ രക്ഷാകരമായ ഈ പെരുന്നാളിലേക്ക് വിശ്വാസികളെ വിളിക്കുകയാണ്. ഈ ജീനിയോളജി വായിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ അവിശ്വാസികളിൽ നിന്ന് മാറി, അധർമ്മത്തിൽ നിന്ന് മാറി, അനീതിയിൽ നിന്ന് മാറി, അസത്യത്തിൽ നിന്ന് മാറി, പാപജടിലമായ അനുഭവത്തിൽ നിന്ന് മാറി അനുതാപത്തോടെ ഈ പെരുന്നാളിലേക്ക് വരണം എന്നാണ്. ആസ് ക്രൈസ്റ്റ് എൻറ്റേർഡ് ഹിസ്റ്ററി, ഹി ഡിസൈഡ്സ് ടു എൻറ്റർ അവർ ഹാർട്ട്സ്. അവൻ ചരിത്രത്തിലേക്ക് കടന്നു വന്നതുപോലെ അവൻ നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവേശിക്കുക. അതുകൊണ്ടാണല്ലോ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് 3:20 വായിക്കുന്നത്, ഐ സ്റ്റാൻഡ് ഇൻ ദ ഡോർ ആൻഡ് നോക്ക്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. സോ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ഒന്നിലൂടെ സാധ്യമല്ല, അനുതാപത്തിലൂടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഗോഡ് എൻറ്റേഴ്സ് ഹ്യൂമൻ ഹിസ്റ്ററി സോ ദാറ്റ് ഹ്യൂമാനിറ്റി മേ എൻറ്റർ ഡിവൈൻ ലൈഫ്. ഗോഡ് എൻറ്റേഴ്സ് ഹ്യൂമൻ ഹിസ്റ്ററി. ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നു സോ ദാറ്റ് ഹ്യൂമാനിറ്റി മേ എൻറ്റർ ദ ഡിവൈൻ ലൈഫ്. അതുകൊണ്ട് അങ്ങനെ മനുഷ്യരാശി ദൈവത്തിൻ്റെ ആ ദൈവികമായ പദ്ധതിയിലേക്കും ദൈവിക ജീവനത്തിലേക്കും സമൃദ്ധിയായ ജീവനിലേക്ക് കടന്നു വരും. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമുക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഈ ആഘോഷം കർത്താവ് എപ്പോഴും നമ്മൾ ക്രൈസ്റ്റ് ടുക്ക് ദ വീക്ക് നേച്ചർ. അവൻ സമർത്ഥനായിരുന്നിട്ടും അവൻ ദരിദ്രനായി അവതരിച്ചു. ഇഫ് യു ഫർഗെറ്റ് ദ പോവർട്ടി ഓഫ് ക്രൈസ്റ്റ്, we are away from the Christmas. We are away from the Christmas. ക്രിസ്തുവിൻ്റെ ആ വെറുമയിൽ വിശ്വസിക്കുക. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. ക്രിസ്മസിൻ്റെ എല്ലാ താഴ്മയോടെ വിനയത്തോടെ ക്രിസ്മസിൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സന്തോഷിച്ച്. താങ്ക് യു.